ഈ ഇടയ്ക്ക് നമ്മുടെ ഓഗസ്റ്റിൽ സ്റ്റുഡിയോയിൽ ഓഫർ ഉണ്ടെന്നറിഞ്ഞ് ഞാനും ഏട്ടനോട് അങ്ങോട്ട് പോകുന്ന പോക്കാണിത് കേട്ടോ. അപ്പം ഇത് കണക്ക് സ്റ്റുഡിയോയിൽ ഓഫർ ഉള്ളപ്പം പോയി ഡ്രസ്സ് എടുക്കുന്ന ടീംസാണ് ഞങ്ങൾ കേട്ടോ. അപ്പം നല്ല തിരക്കുള്ള റോഡായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് നമ്മൾ ഈ വണ്ടി കണ്ടത്. ഏത് വണ്ടി? അജ്ജിനൊരു വില്ല് അരിസംഗസല്ല് നമ്മുടെ ഗില്ലി മൂവിയിലെ മുത്തുപാണ്ടിയുടെ വണ്ടി പോലത്തെ വണ്ടിയല്ലേ അത്? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള വണ്ടി കാണുന്നത്. ദൈവമേ, ഇത്രയും നാൾ കൊല്ലത്ത് ചോദിച്ചിട്ട് ഞാൻ എന്തായാലും കാണാഞ്ഞേ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. രാത്രി ആയിരുന്നുകൊണ്ടാണ് നല്ല തിരക്കുണ്ട്. എനിക്കാണെങ്കിൽ വീട്ടിൽ ട്യൂഷനുണ്ട്. അപ്പോൾ 7 മണി വരെ എന്തായാലും ട്യൂഷനുണ്ട്. അത് കഴിഞ്ഞ് ഏട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണ ഇങ്ങനെ പുറത്തേക്ക് ഇറക്കത്തെ. അപ്പം ഞാനിങ്ങനെ നൈസിന് താണ്ട് എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പം എൻ്റെ ഫോണിനാണ് ഇപ്പോൾ ക്ലാരിറ്റി നല്ല കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന ഏട്ടൻ്റെ ഫോണിലാണ്. അപ്പം ഞാനിങ്ങനെ ഫോണിൽ എടുത്തിട്ട് എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക്ക് ഇടുന്നത് കേട്ടോ. ഞാനാണെങ്കിൽ സ്റ്റുഡിയോയിൽ പോകുന്നതിനും ലിപ്സ്റ്റിക്ക് മേടിക്കാനാണെന്ന് വേണേൽ പറയാം. പിന്നെ ഞാനിങ്ങനെ ഇങ്ങനെ ആഹാരമൊക്കെ കഴിക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈഡിലുള്ള ഹോട്ടലിൽ നിന്നൊക്കെ മണമൊക്കെ പിടിച്ച് ഓരോ കടയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നല്ല മണമുണ്ടെന്നൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എവിടുന്നേലും കയറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ച് തരണേന്നൊക്കെ. അങ്ങനെ മണമൊക്കെ പിടിച്ച് നമ്മൾ നേരെ സ്റ്റുഡിയോയിലൊക്കെ പോവുകയാണ് കേട്ടോ. എന്തായാലും കടയിൽ കയറി ഇറങ്ങിയിട്ട് എന്തെങ്കിലും കിട്ടും. അങ്ങനെ നമ്മൾ ദാണ്ട സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ഓഫർ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. എൻ്റെ ദൈവമേ, നമ്മൾ സൂചി കുത്താനുള്ള ഇടയില്ലായിരുന്നു. പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ട് ഏതോ ഒരു കടയുടെ മുമ്പിലാണ് കേട്ടോ വണ്ടി നിർത്തിയത്. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ കയറിയിട്ടുണ്ട്. സ്റ്റുഡിയോയിൽ കയറിയിട്ട് ആദ്യം നോക്കിയപ്പോൾ നമ്മൾ ഓഫറൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കണ്ടില്ല കേട്ടോ. കാരണം അതിൻ്റെ നോർമൽ റേറ്റുകളും കാര്യങ്ങളും തന്നെ ആയിരുന്നു ഡ്രസ്സിലെല്ലാം ഇട്ടിരുന്നത്. പിന്നെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു, ഇവരൊക്കെ ഇത്രയും തിരക്കിട്ട് നോക്കുന്നതുകൊണ്ട് എന്തായാലും ഓഫർ സെയിൽ കാണുമെന്ന്. അപ്പം ഞാൻ അവിടെ സെയിലിൽ എഴുതി വെച്ചേക്കുന്ന സെക്ഷനിൽ ചെന്ന് നോക്കിയപ്പോൾ കറക്റ്റ് റേറ്റും അതിൻ്റെ പുറകിൽ ഓഫർ പ്രൈസും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ആശ്വാസം വേണം ഗൈസ്. സ്റ്റുഡിയോയിൽ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് കെട്ടിപ്പറക്കി ചെന്നിട്ട് ഓഫർ ഇല്ലാത്ത അവസ്ഥയിൽ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ എനിക്ക് സങ്കടമായി പോകും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഓഫർ എന്നുള്ള സംഭവം, അതായത് മേളിലിങ്ങനെ സെയിൽ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും, ആ ഒരു സെക്ഷനിൽ നിന്ന് മാത്രം കുറച്ച് ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഏട്ടന് കുറച്ച് ഷോർട്ട്സും അതുപോലെ തന്നെ ടീഷർട്ടും ഒക്കെ മാത്രം എടുത്തുകൊണ്ട് പോരുന്നു. അപ്പോൾ അതാ ഇങ്ങനെയാണ് അതിൻ്റെ ഓഫർ പ്രൈസും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിൽ കറക്റ്റ് റേറ്റ്, അപ്പുറത്തെ സൈഡിൽ ഓഫർ പ്രൈസ്, അതുപോലെ തന്നെ ഓഫർ പ്രൈസ് ഇല്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റ് ഷോർട്സിനൊക്കെ 199 രൂപയുള്ളായിരുന്നു. പിന്നെ അതുപോലെ എനിക്ക് ജാക്കറ്റ് ജെൻസിൻ്റെ സെക്ഷനിലായിരുന്നു. എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. ടോപ്പിനൊക്കെ നല്ല വിലക്കുറവുണ്ടായിരുന്നു. 299 നല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെരുപ്പിനൊക്കെ വലിയ റേറ്റ് കുറവുണ്ടെങ്കിലും എനിക്ക് വലിയ ക്വാളിറ്റി ഒന്നും തോന്നിയില്ല. പിന്നെ ഇത് മറ്റേ വെയിലത്തിട്ടായതാണ്ട് ഉരുകി പോകുമെന്നോ അത് ചുരുങ്ങുമെന്നൊക്കെയുള്ള കുറേ വീഡിയോസ് കണ്ടുകൊണ്ട് പിന്നെ ഞാനൊന്നും മേടിച്ചില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വിമൻ്റെ സെക്ഷൻ അല്ലെങ്കിൽ ഗേളി സെക്ഷൻ വരുമ്പോൾ നമുക്ക് എനിക്ക് ഒരുപാട് കംഫർട്ടായിട്ട് ഇടാൻ പറ്റിയ ഡ്രസ്സൊന്നും എനിക്ക് സ്റ്റുഡിയോയിലുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല, പ്രത്യേകിച്ച് കൊല്ലം സ്റ്റുഡിയോയിൽ. പിന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ ലിപ്സ്റ്റിക് സെക്ഷനിൽ പോയിട്ട് കുറച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ട് ഞാൻ ഏട്ടനോട് ഇങ്ങനെ വന്ന് ഇത് കള്ളാവോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ പിന്നെ ഞാൻ അവിടെ ലിപ്സ്റ്റിക്കൊക്കെ എടുത്തു കേട്ടോ. ഇപ്പം എടുത്തെന്നാണ് തോന്നുന്നത്, എനിക്ക് ഓർമ്മയില്ലല്ലോ. പിന്നെ ഞാൻ ഒരു നെയിൽ പോളിഷ് റിമൂവർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു സംഭവം നടത്തി ഞാൻ കാണിച്ചു തരാതെ ഞാൻ കാണിച്ച് തന്നിരിക്കും. അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുത്ത് തീർന്നപ്പോൾ തന്നെ അവിടെ അനൗൺസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഷോപ്പ് ക്ലോസ് ചെയ്യാൻ ടൈമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഏട്ടനെ ക്യൂവിൽ പിടിച്ച് ചേർത്തിട്ട് കുറച്ച് സാധനങ്ങൾ നോക്കാമെന്ന് കരുതി. ഏട്ടൻ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്നത് മിററിൽ കൂടെ വീഡിയോ എടുക്കാമെന്ന് കരുതി അവിടെ പോയിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു സാധനം കണ്ടു. എന്താണ് ഞാൻ കണ്ടത്? അതാണ് ഞാൻ നേരത്തെ കാണിച്ചു തരാമെന്ന് പറയുന്നത്. ട്രൈ മീ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ നെയിൽ പോളിഷുകൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ട്രൈ ചെയ്യാതിരിക്കുന്നത് എങ്ങനെ? അങ്ങനെ ഞാനൊരു നെയിൽ പോളിഷ് എടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ട്രൈ ചെയ്തപ്പോൾ 5 വിരലും ട്രൈ ചെയ്യുന്നത് ഒരു തെറ്റാണോ ഗൈസ്? അങ്ങനെ ഞാൻ 5 വിരലും ട്രൈ ചെയ്തിട്ട് ഞാൻ അതവിടെ വെച്ചു. അവർ ട്രൈ മീ പറയുമ്പോൾ ഞാനങ്ങനെ ട്രൈ ചെയ്യാതിരിക്കുന്നത്. എൻ്റെ ട്രൈ കണ്ടവർ വീണു ഗൈസ്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? അടിപൊളിയല്ലേ? നല്ല കളറായിരുന്നു. പിന്നെ ഞാൻ അത് മേടിച്ചില്ല കേട്ടോ. കാരണം അപ്പോഴത്തേക്ക് ഏട്ടനിങ്ങ് ഇറങ്ങാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് എടുത്തൊന്നുമില്ല. അല്ലാതെ എനിക്ക് വേണ്ടാഞ്ഞോണ്ടല്ലേ. അപ്പോൾ വേണ്ടി ഞാനൊരു മിറർ കണ്ടു. ഞാൻ അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങളിങ്ങി പോരുന്നു കേട്ടോ. ഏട്ടൻ നാണ്ട് സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് സമയം എത്ര മണിയായി? 9:15 കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നാണ്ട സെക്യൂരിറ്റി ചേട്ടൻ ഇങ്ങനെ രൂക്ഷമായി നോക്കുന്നുണ്ട്. ഇതിനൊക്കെ വീട്ടിൽ പൊക്കോടെന്നായിരിക്കും അദ്ദേഹം കരുതുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ തന്നെയുള്ള സിറ്റി ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ നിർത്തി. ഒരു കൊല്ലംകാരിയായിട്ട് സിറ്റി ഹോട്ടലിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. അന്ന് ഞങ്ങൾ ഏട്ടൻ്റെ വന്നിട്ടുണ്ട്. ഏട്ടിലേക്ക് ഒരു സുഖമില്ല ഗൈസ്. നിങ്ങൾക്ക് ഇങ്ങനെയാണോ? അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈ ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിലെ മാവിൽ മുക്കിയിട്ട് അങ്ങനെ സംഭവമില്ല. എനിക്ക് അങ്ങനത്തെ ചിക്കൻ ഫ്രൈ എനിക്ക് ഇഷ്ടമല്ല.
വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ നല്ലപോലെ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. പക്ഷേ എനിക്ക് അവിടെ കയറിയിട്ട് ഭയങ്കര നിരാശയായിരുന്നു. അതെൻ്റെ മുഖത്ത് നല്ലപോലെ കാണാനുണ്ടായിരുന്നു. സാരില്ല, എന്തായാലും ഏട്ടാ അടുത്ത തവണ നല്ല കിടില ഫുഡ് മേടിച്ചിരാന്നൊക്കെ പറഞ്ഞ് പ്രോമിസ് ചെയ്തിട്ട് എന്നെ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അല്ലെങ്കിൽ ഞാൻ വഴി കിടന്നുരുള്ളൂ എന്നറിയാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.